നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഫൈലേറിയാസിസ്. ഫൈലേറിയാസിസിന് നമ്മൾ എലഫൻറ്റിയാസിസ് എന്നൊരു ടേം കൂടി പറയാറുണ്ട്. എലഫൻറ്റിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രോഗത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ളൊരു പേര് നൽകിയതാണ്. അതായത് ഈ നമ്മുടെ ആനൻ്റെയൊക്കെ കാല് പോലുള്ള ഒരു ഫീലിംഗ്, അതിന് അത്രയും തടിച്ച കാല് ഉണ്ടാവുന്നൊരു ഫീലിംഗ് ആണ് ഈ നമ്മുടെ ഫൈലേറിയാസിസ് ഉണ്ടായാൽ ഉണ്ടാവുക. അതായത് നമ്മൾ മലയാളത്തിൽ അതിന് മന്ത് എന്ന് പറയും കേട്ടോ, മന്ത് രോഗം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ മന്ത് രോഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഫൈലേറിയാസിസ് അല്ലെങ്കിൽ എലഫൻറ്റിയാസിസ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫൈലേറിയാസിസ് ഈസ് the term for a group of disease caused by parasite nematodes. ഇപ്പോൾ നെമറ്റോഡ്സ് എന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പത്തോജൻസ് ഉണ്ട്. ആ ഗ്രൂപ്പ് ഓഫ് പത്തോജൻസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾക്ക് മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് ഫൈലേറിയാസിസ്. ഫൈലേറിയാസിസ് ഇസ് എ ടേം ഫോർ എ ഗ്രൂപ്പ് ഓഫ് ഡിസീസ് കോസ്ഡ് ബൈ പാരസൈറ്റ് നെമറ്റോഡ്സ്. നെമറ്റോഡ്സ് എന്ന് പറഞ്ഞാൽ ആ വിഭാഗം ഉണ്ടാക്കുന്ന ഡിസീസുകൾക്ക് മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് ഫൈലേറിയാസിസ് കേട്ടോ. അപ്പോൾ ഫൈലേറിയാസിസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ എലഫൻറ്റിയാസിസ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ മന്ത് രോഗം. അപ്പോൾ ഈ ഫൈലേറിയാസിസ് കോസ്ഡ് ബൈ നെമറ്റോഡ്സ് ദാറ്റ് ലിവ് ഇൻ ദി ഹ്യൂമൻ ലിംഫ് സിസ്റ്റം, ബാങ്ക്രോഫ്റ്റിയൻ ഫൈലോറിയാസിസ് ഓർ ലിംഫോറ്റിക് ഫൈലോറിയാസിസ്. അപ്പോൾ നമ്മുടെ ഈ മന്ത് രോഗത്തിന് പറയുന്ന വേറെ രണ്ട് പേരുകളാണ്. ഒന്ന് ബാങ്ക്രോഫ്റ്റിയൻ ഫൈലേറിയാസിസ് അല്ലെങ്കിൽ ലിംഫാറ്റിക് ഫൈലേറിയാസിസ്. ബാങ്ക്രോഫ്റ്റിയൻ എന്ന് പറയാൻ കാരണമൊന്നുമില്ല, സയൻറ്റിസ്റ്റിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട പേരാണ്. ലിംഫാറ്റിക് ഫൈലേറിയാസിസ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് നമ്മുടെ ലിംഫ് നോഡുകളിലെ ആണ് ബാധിക്കുന്നത്, അല്ലെങ്കിൽ ലിംഫ് നോഡുകളിലാണ് ഇത് എൻ്റർ ചെയ്ത് അവിടെയാണ് ഇത് സർവൈവ് ചെയ്യുന്നത്, അല്ലെ അതിൻ്റെ ഹാബിറ്റാറ്റ് അവിടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ ലിംഫാറ്റിക് ഫൈലേറിയാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കോസറ്റീവ് ഏജൻറ്റിൻ്റെ പേര്, അല്ലെങ്കിൽ ഇത് മന്ത് രോഗം ഉണ്ടാക്കുന്ന കോസറ്റീവ് ഏജൻറ്റിൻ്റെ പേരാണ് വൗച്ചറേറിയ ബ്രാങ്കോഫ്റ്റി. വൗച്ചറേറിയ ബ്രാങ്കോഫ്റ്റി കേട്ടോ. അപ്പോൾ എലഫൻറ്റിയാസിസ് ഈസ് ദ എൻഡ് റിസൾട്ട് ഓഫ് ദി ഡിസീസ്. അപ്പോൾ നമ്മുടെ കാലിൻ്റെ മുട്ടിന് താഴെയൊക്കെ നന്നായിട്ട് വീങ്ങി നീര് വെച്ച് കണ്ടാലൊരു എലഫൻറ്റിൻ്റെയൊക്കെ ഒരു പാദം പോലുള്ള തോന്നൽ, ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മളതിനെ എലഫൻറ്റിയാസിസ് എന്ന് പറയുന്നത്. ഇനി ക്യൂട്ടേനിയസ് ആൻഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ എൻലാർജ് ആൻഡ് ഹാർഡൻ ഇൻ ദ ഏരിയ വേർ ദ ലിംഫ് ഹാസ് അക്യുമുലേറ്റഡ്, അല്ലേ? ഈ ലിംഫ് ഫ്ലൂയിഡൊക്കെ ലിംഫൊക്കെ ബ്ലോക്കായിട്ട് ലിംഫ് ഫ്ലൂയിഡിൻ്റെ ഈ പാസേജ് നിന്ന് പോവുകയും അവിടെയൊക്കെ നീര് വെച്ച് വീർത്ത് വരികയും ചെയ്യുന്ന ഒരവസ്ഥയാണ് എലഫൻറ്റിയാസിസ് അല്ലെങ്കിൽ നമ്മുടെ ഫൈലേറിയാസിസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. യൂഷ്വലി ഒക്കേഴ്സ് ഇൻ ലോവർ എക്സ്ട്രീമിറ്റീസ്. ഇപ്പോൾ സാധാരണ എന്താണ് നമ്മുടെ കാലിലെ ഏകദേശം പാദങ്ങളിലോ അല്ലെങ്കിൽ പാദത്തിൻ്റെ അവിടെ കൈപ്പാദങ്ങളിലൊക്കെയാണ് സാധാരണഗതിയിൽ എലഫൻറ്റിയാസിസ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. കാലിൻ്റെ പാദങ്ങളാണ്, അല്ലെങ്കിൽ ലോവർ എക്സ്ട്രീമിറ്റീസിലാണ് കാണപ്പെടുന്നത്. വൗച്ചറേറിയ ബ്രാങ്കോഫ്റ്റി, അതിൻ്റെ കോമൺ നെയിം എന്ന് പറയുന്നത് ബാങ്ക്രോഫ്റ്റ് ഫൈലേറിയ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എവിടെയൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്? ഇത് വൈഡ് സ്പ്രെഡാണ്, ലോകത്തിലെ മിക്കവാറും എല്ലാ സ്ഥലത്തും, പ്രത്യേകിച്ച് വാം കൺട്രീസിലൊക്കെ കാണപ്പെടുന്നത്. ആഫ്രിക്കയിലും ഏഷ്യയിലുമാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. ഹാബിറ്റാറ്റ്. ഫൈലേറിയർ വേം ഇൻഹാബിറ്റ് ഇൻ ദ ലിംഫാറ്റിക് വെസൽസ്, എസ്പെഷ്യലി ദ ലിംഫ് നോഡ്സ് ഓഫ് മാൻ ആൻഡ് അതർ വെർട്ടിബ്രേറ്റ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്നിട്ട് ആ ലിംഫ് നോഡുകളൊക്കെ ബ്ലോക്കായിട്ടാണ് അവിടെ ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് വരുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ തടിച്ച് വരുന്നത്. മൈക്രോ ഫൈലേറിയ ആർ ഫൗണ്ട് ഇൻ പെരിഫറൽ ബ്ലഡ്. ഇപ്പോൾ പെരിഫറൽ ബ്ലഡിലും സാധാരണ കാണപ്പെടാറുണ്ട്. പിന്നെ കാണപ്പെടുന്നത് ഷൈലോസ് യൂറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷൈലോസ് യൂറിൻ എന്നൊക്കെ പറയും, വെളുത്ത കളറുള്ള യൂറിന്. അതുപോലെ തന്നെ ഹൈഡ്രോസീൽ ഫ്ലൂയിഡ്. അപ്പോൾ ഹൈഡ്രോസീൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മെയിലിൻ്റെ ടെസ്റ്റിക്കലിൽ ഈ ഫ്ലൂയിഡൊക്കെ നിറഞ്ഞെടുക്കുന്ന ഒരു സാക്കാണ്. അതിൽ കാണുന്ന ഫ്ലൂയിഡിനാണ് നമ്മൾ ഹൈഡ്രോസീൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോസീൽ ഫ്ലൂയിഡിൽ കാണപ്പെടാറുണ്ട്. പെരിഫറൽ ബ്ലഡിൽ അല്ലെങ്കിൽ പെരിഫറൽ ഫ്ലൂയിഡിൽ കാണപ്പെടാറുണ്ട്. അതുപോലെ ഷൈലോസ് യൂറിനിൽ വൈറ്റ് കളേർഡ് ആയിട്ടുള്ള
അതായത് പാരസൈറ്റിൻ്റെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചില സമയത്ത് വൈറ്റ് കളേർഡ് ആയിട്ടുള്ള യൂറിൻ ഉണ്ടാകും. അത്തരം യൂറിനിലും ഈ നെമറ്റോഡിനെ അല്ലെങ്കിൽ ഈ വേമിനെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ മോർഫോളജി 3 തരം മോർഫോളജിയിലാണ് നമ്മൾ കാണപ്പെടുന്നത്. ഒന്ന് അഡൾട്ട് വേമായിട്ട് കാണപ്പെടുന്നുണ്ട്, അതുപോലെ മൈക്രോഫൈലേറിയ, അതാണ് ഫസ്റ്റ് സ്റ്റേജ് ലാർവ, മൈക്രോഫൈലേറിയൻ്റെ രൂപത്തിൽ കാണപ്പെടുന്നുണ്ട്, അതുപോലെ തേർഡ് സ്റ്റേജ് ലാർവ. ഇങ്ങനെ 3 മോർഫോളജിയിലാണ് ഈ ഓർഗാനിസത്തിൽ നമ്മൾ കാണപ്പെടുന്നത്. ഇനി അഡൾട്ട് ഫോം എന്ന് പറഞ്ഞാൽ ഒരു ലോങ് നീളത്തിലുള്ള ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഈ നെമറ്റോഡിന് ഉണ്ടാവുക. അതിൻ്റെ കളർ തന്നെ ഒരു ക്രീമി വൈറ്റ് കളറായിരിക്കും. അതുപോലെ ഫിലമെൻറ്റ് ഷേപ്പ്ഡ് അല്ലെ ഫിലമെൻറ്റ് ഫോംഡ് ആയിരിക്കും. അതുപോലെ 2 അറ്റവും കുറച്ച് സൂചി പോലെ കുറച്ച് ഷാർപ്പായിരിക്കും. ഇതിൻ്റെ മെയിലിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 2.5 to 4 centimeter in length and 0.1 mm in thickness. Tail end is curved. Ventrally contain 2 സ്പൈക്യൂൾസ് എന്ന സ്പൈക്കുകളാട്ടോ, ചെറിയ ചെറിയ പ്രൊട്ടുബറൻസ്. ഫീമെയിലിൻ്റെ നീളം 8 to 10 centimeter ആണ്. ഫീമെയിലാണ് സാധാരണഗതിയിൽ മെയിലിനെക്കാളും വലുപ്പം ഉണ്ടാവുക. മിക്കവാറും ഈ വേംസിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെയാണ് ഉണ്ടാവുക. ടെയിൽ എൻഡ് ഈസ് നാരോ ആൻഡ് അബ്രപ്റ്റ്ലി പോയിൻറ്റഡ്. അപ്പോൾ അത് അബ്രപ്റ്റ്ലി പോയിൻ്റ്, അതായത് അറ്റത്തെത്തുമ്പോൾ വളരെ സഡനായിട്ട് പോയിൻറ്റഡായി മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു ഓവോവിവി പാരസാണ്. അതായത് അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എഗ്ഗ് അല്ലെങ്കിൽ മുട്ട ഇട്ടിട്ട് അടുത്ത ജനറേഷൻ ഉണ്ടാക്കുന്ന തരം ജീവികളാണ് നമ്മൾ ഓവോവിവി പാരസ് എന്ന് പറയുന്നത്. അതുപോലെ മെയിൽ ആൻഡ് ഫീമെയിൽ കോയിൽഡ് ടുഗദർ, മെയിലും ഫീമെയിലും കോയിലായി അല്ലെങ്കിൽ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുകയാണ് ചെയ്യുക. അത് രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. സാധാരണ ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 5 to 10 years ആണ് കേട്ടോ. 5 to 10 years ആണ് ഇതിൻ്റെ ലൈഫ് സ്പാൻ. ഈ മൈക്രോഫൈലേറിയൻ്റെ ഫോമിൽ വന്നു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ലാർവയാണ്. അതിന് ലൊക്കേഷന് പെരിഫറൽ ബ്ലഡ്, ഓഫണിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രോസിൽ ഫ്ലൂയിഡ് ആൻഡ് കൈലസ് യൂറിനിലൊക്കെ ഇത് കാണപ്പെടുന്നുണ്ട്. സൈസ് 244 to 296 മൈക്രോമീറ്റർ ലെങ്ത്താണ്. അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. ഇതിൻ്റെ ബോഡി ഇതൊക്കെ നോക്കുക. പിന്നെ ഈ 2 തരം പകല് നമ്മുടെ ശരീരത്തിൻ്റെ പെരിഫറലിൽ കാണപ്പെടുന്നതുകൊണ്ട് രാത്രി കാണപ്പെടുന്നുണ്ട്. അതിന് 2 പേരാണ് പറയുന്നത്. അതിന് നൊക്ചറൽ പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഇൻ ഹൈ നമ്പർ ഇൻ പെരിഫറൽ ബ്ലഡ് അറ്റ് മിഡ് നൈറ്റ്. ഇതിനെയാണ് നമ്മൾ നൊക്ടേണൽ പീരിയോഡിസിറ്റി എന്ന് പറയുന്നത്. അതേസമയം ഡയോർണൽ പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഇൻ ഗ്രേറ്റർ നമ്പർ ഇൻ പെരിഫറൽ ബ്ലഡ് ഡ്യൂറിങ് ഡേ ടൈമിലാണെങ്കിൽ നമ്മൾ അതിനെ ഡയോർണൽ പീരിയോഡിസിറ്റി എന്ന് പറയുന്നു. അതേസമയം രാത്രിയാണ് കൂടുതൽ കാണപ്പെടുന്നതെങ്കിൽ, പെരിഫറൽ ബ്ലഡിൽ കൂടുതൽ കാണപ്പെടുന്നതെങ്കിൽ അതിനെ നമ്മൾ നൊക്ടറൽ പീരിയോഡിസിറ്റി എന്നാണ് പറയുന്നത് കേട്ടോ. തേർഡ് സ്റ്റേജ് ഇൻഫെക്റ്റീവ് ഫോം ഓഫ് ദി ഫൈലേറിയൽ വേം ഇൻ ഹ്യൂമൺ. ശരിക്കും ഈ തേർഡ് സ്റ്റേജാണ് നമ്മളിൽ ഇൻഫെക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇൻഫെക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് തേർഡ് സ്റ്റേജാണ്. അതിൻ്റെ ഷേപ്പ് എലോങ്ങേറ്റഡ് ഫിലിഫോംഡ് ആയിരിക്കും. ഫിലിഫോംഡ് എന്ന് പറഞ്ഞാൽ ഫിലമെൻറ്റ് ഷേപ്പ്ഡ് ആയിരിക്കും കേട്ടോ. ലൈഫ് സൈക്കിൾ. ഇതിൻ്റെ ലൈഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ മനുഷ്യനാണ് ശരിക്കും ഇതിൽ ഡെഫിനറ്റീവ് ഹോസ്റ്റ്. മനുഷ്യനാണ് കൊതുകുകൾ മറ്റാളുകളിലേക്ക് ഈ സംഭവം അല്ലെങ്കിൽ ഈ വേമിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. സാധാരണ ഏതൊക്കെ തരത്തിലുള്ള കൊതുകുകളാണ് ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ക്യൂലക്സ്, അതുപോലെ അനോഫിലസ്, എയ്ഡസ്, ഈ 3 തരം കൊതുകുകൾക്കും ഈ ലാർവനെ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത് നോക്കാം. ആൻ ഇൻഫെക്റ്റഡ് മോസ്കിറ്റോ ഡെപ്പോസിറ്റ് ലാർവ ഓൺ ദ സ്കിൻ വൈൽ ബൈറ്റിംഗ് ആൻഡ് ദ ലാർവ എൻ്റർ ദി വൂണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. എന്ത് ചെയ്യുന്നു, ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളൊരു കൊതുക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഫെക്റ്റഡ് പേഷ്യൻറ്റിനെ കുത്തിയ ഒരു കൊതുകിൻ്റെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും ആ മന്തിൻ്റെ ലാർവകളുണ്ടാവും. ആ ലാർവയെ വഹിക്കുന്ന ഒരു കൊതുക്, അതാണ് ഈ കൊതുക്. ഈ കൊതുക് ഒരു മനുഷ്യനെ കുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ലാർവ അയാളുടെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യപ്പെടുന്നു. അതാണ് ആദ്യത്തെ പോയിന്റ്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യും, ഈ
മനുഷ്യൻ്റെ ശരീരത്തിൽ എത്തിയിട്ടുള്ള ഈ ലാർവ എന്ത് ചെയ്യും, നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ദി ലാർവ മൈഗ്രേറ്റ് ടു ദി ലിംഫാറ്റിക് സിസ്റ്റം where they grow male and form a nest. അപ്പോൾ ഇവിടെ വായിക്കാൻ കിട്ടാത്തൊരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ, അപ്പോൾ ഈ ലാർവ എന്ത് ചെയ്യും, ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും, അവിടെ വെച്ച് അത് വളരുകയും ചെയ്യുന്നു. എന്നിട്ട് അത് മെയ്റ്റ് ചെയ്യുകയും അവിടെ നെസ്റ്റ് കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ മെയിലും ഫീമെയിലും തമ്മിൽ മെയ്റ്റ് ചെയ്യുകയും അവിടെ അതിൻ്റെ നെസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ആ നെസ്റ്റുകൾ ഇങ്ങനെ കൂടുതൽ നെസ്റ്റുകൾ വരുമ്പോഴാണ് ആ ലിംഫ് വെസലിൽ ഇതുപോലെ ബ്ലോക്കുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും റിസൾട്ടിങ് ഇൻ സ്വെല്ലിങ് ആൻഡ് ഫീവർ. അപ്പോൾ അങ്ങനെ ബ്ലോക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഏരിയ സ്വെല്ല് ചെയ്യുക വെച്ചാൽ വീങ്ങി വരികയും നമുക്ക് ഫീവർ ഉണ്ടാക്കുകയും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നെക്സ്റ്റ് മൂന്നാമത്തത് ഇതാണ്. മൂന്നാമത്തെ കേസിൽ എന്ത് ചെയ്യുക, ഫീമെയിൽ വേംസ് പ്രൊഡ്യൂസ് മൈക്രോസ്കോപ്പിക് വേംസ് കോൾഡ് മൈക്രോഫൈലേറിയ. അപ്പോൾ നേരത്തെ മെയ്റ്റ് ചെയ്യും, അതുപോലെ നെസ്റ്റ് കൂടുകൾ, അതിൻ്റെ ചെറിയൊരു നെസ്റ്റുകൾ ഉണ്ടാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യും, ഈ ഫീമെയിൽ വേംസ് എന്ത് ചെയ്യും, കുറേ ലാർവകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ദ ഫീമെയിൽ വേംസ് പ്രൊഡ്യൂസ് മൈക്രോസ്കോപ്പിക് വേംസ് called microfilaria below the swarm in the blood at the night when mosquito bite. അപ്പോൾ ഈ ചെറിയ ലാർവകൾ അല്ലെ മൈക്രോഫൈലേറിയകൾ രാത്രി സമയങ്ങളിൽ നമ്മുടെ പെരിഫറൽ ബ്ലഡിലൂടെ ഒഴുകി നടക്കുകയും ആ സമയത്ത് ഈ കൊതുക് വന്നിട്ട് ഈ അയാളുടെ കുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കൊതുകിൻ്റെ ശരീരത്തിലേക്ക് ഈ ലാർവകൾ അല്ലെങ്കിൽ ഈ മൈക്രോഫൈലേറിയ എൻട്രി ചെയ്യുകയും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ മോസ്കിറ്റോ നോക്കാം. അപ്പോൾ ഒരു മോസ്കിറ്റോ വന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ കുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കൊതുകിൻ്റെ ശരീരത്തിലേക്ക് ഈ മൈക്രോഫൈലേറിയ ലാർവ എത്തി. എന്നിട്ട് എന്ത് ചെയ്യും, ദീസ് മൈക്രോഫൈലേറിയ ലാർവെ ഡെവലപ്ഡ് ഇൻ ടു ലാർവെ ഓവർ എ പീരീഡ് ഓഫ് എ വീക്ക്. ഏകദേശം ഒരാഴ്ച കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, ഈ ലാർവ ഡെവലപ്പ് ചെയ്തിട്ട് ഈ മൈക്രോഫൈലേറിയ അല്ലെ ചെറിയ ലാർവകൾ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ലാർവയായിട്ട് മാറും. അതാണ് പറയുന്നത് മൈക്രോഫൈലേറിയ ഡെവലപ്പ് ഇൻ ടു ലാർവ. മൈക്രോഫൈലേറിയ ഒരു ലാർവയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം ആ കൊതുക് വേറെ ആൾ കുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ശരീരത്തിലേക്ക് ഈ ലാർവ എൻ്റർ ചെയ്യുകയും വീണ്ടും ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട് ലൈഫ് സൈക്കിൾ. മാത്രമല്ല ഈ ഫൈലേറിയാസിസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അതിൻ്റെ പത്തോജനിസിറ്റി. അപ്പോൾ സാധാരണ ഇതിനെ നമ്മൾ വൗച്ചേറിയാസിസ് അല്ലെങ്കിൽ ഫൈലേറിയാസിസ് എന്നൊക്കെ പറയാറുണ്ട്. ഇതിൻ്റെ മോഡ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനോക്കുലേറ്റീവ് മെത്തേഡാണ്. അതായത് കൊതുക് നമ്മുടെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് നമുക്ക് ആ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ത്രൂ ബൈറ്റ് ഓഫ് എ മോസ്കിറ്റോ. അതുപോലെ ട്രാൻസ്മിറ്റിംഗ് ഏജൻറ്റ് ഫീമെയിൽ മോസ്കിറ്റോ ആണ്, ക്യൂലക്സ്, എയ്ഡസ്, അതുപോലെ അനാഫിലസ്. പിന്നെ ഇൻഫെക്റ്റീവ് ഫോം 3rd സ്റ്റേജ് ലാർവയാണ് നമ്മൾ പറഞ്ഞു. പോർട്ടൽ ഓഫ് എൻട്രി സ്കിന്നാണ്. സൈറ്റ് ഓഫ് ലോക്കലൈസേഷൻ ലിംഫാറ്റിക് സിസ്റ്റം ഓഫ് സുപ്പീരിയർ ഓർ ഇൻഫീരിയർ എക്സ്ട്രീമിറ്റീസ്. അതുപോലെ ഇൻക്യുബേഷൻ പീരീഡ് 1 വർഷം മുതൽ 2 വർഷം വരെയാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഫൈലേറിയാസിസിൽ പറയാനുള്ളത്.